സജിത്ത് കേൾക്കാം. ഇതിലെ ഈ വിഷയത്തിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒരു MLA എന്ന് പറയുന്നത് ആ ഒരു മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു വ്യക്തി കൂടാണ്. അതായത് മീഡിയേഷൻ പോലും ആളുകൾ ആശ്രയിക്കുന്ന ഒരാളും കൂടാണ് MLA എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആവാം ഈ സ്ത്രീകളും അവരുടെ ഒരു വ്യക്തിപരമായ പ്രശ്നം വന്നപ്പോൾ സ്ട്രോങ് ആയ ഒരു മനുഷ്യൻ, രാഷ്ട്രീയപരമായിട്ടും മറ്റും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലാണ് അവർ രാഹുലിനെ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ വലിയ സപ്പോർട്ട് കിട്ടും ജീവിതത്തിൽ. കുടുംബ പ്രശ്നത്തിൽ ഇടപെടുകയും കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് സ്ത്രീകളെ വശീകരിക്കുന്ന സ്വഭാവക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് രാഹുലിനെ നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തില് ഒരാൾ ആശ്രയത്തിന് സമീപിക്കുമ്പോൾ അവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്ന വൃത്തികെട്ട നിലപാടാണ് ഒരു MLA ആയിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ചെയ്യരുതാത്ത ഒരു നിലപാടാണ് രാഹുൽ ഈ കാര്യത്തിൽ സ്വീകരിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സമയക്കുറവുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത് വ്യക്തമാണ്. KG കുമാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ KG കുമാർ, ചുരുങ്ങിയ വാക്കുകളിൽ, നമ്മൾ സ്ഥിരം പ്രേക്ഷകരാണ്, നമുക്ക് സ്ഥിരം ഞാൻ ഒരുപാട് നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുക. സ്ഥിരം പ്രേക്ഷകരല്ലേ, അപ്പൊ ഞാനും കുറച്ച് ഇല്ല ഇപ്പൊ ഈ വിളിച്ച ആള് പറഞ്ഞത് ഏതാണ്ട് കറക്റ്റാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന് ഇത് തന്നെ കാര്യം. കോൺഗ്രസ് നേതാക്കന്മാർ വീട്ടിലുള്ളവർക്ക് തന്നെ പല അനുഭവങ്ങളും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നേരത്തെ തന്നെ അവര് അനൗദ്യോഗികമായിട്ടുള്ള ഒരു പരാതി സ്വീകരിച്ചിട്ട് അങ്ങനെ വെച്ച്. പക്ഷെ അന്ന് ആദ്യമായിട്ടൊരു പെണ്ണിന്റെ പരാതി കിട്ടിയ സമയത്ത് അവരത് പ്രയോജനപ്പെടുത്തിയിട്ട് അങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അവർക്ക് വളരെ ബോധ്യമുണ്ട്. ഈ വിളിക്കുന്ന ആൾക്കാർ പലരും രാഷ്ട്രീയ ചായ്വിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഇവിടെ കൊട്ടാരക്കരയൊക്കെ ആൾക്കാർ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വേടന തുല്യം അര മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒരു ഇതാണ് ഇപ്പൊ ആൾക്കാർ പറയുന്നത്. ഇത് സത്യത്തിൽ ഇത് ചിരിക്കാൻ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ദുരവസ്ഥ ഉണ്ടായെന്നുള്ള വിഷമം വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങയുടെ ആ ഒരു വിമർശനം അവിടെ ആൾക്കാർ പറയുന്നത് അങ്ങനെയാണ്. കാര്യം അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ പോലീസ് വളരെ ബുദ്ധിപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ 2 കേസിലും പോലീസിന് പാളിച്ച പറ്റും. കാര്യം ഒരു ജനപ്രതിനിധി ഇങ്ങനെ ഒരു ലോക്കൽ ആളിനെ പോലെ ആകാൻ പാടില്ലല്ലോ. കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, അപ്പൊ നമുക്ക് ഇനിയൊരു ദിവസം കുറെ കൂടെ വിശദമായി സംസാരിക്കാം. ഞാൻ കൂടുതൽ സ്ത്രീകളുടെ എന്ന് കേട്ടു. അപ്പൊ 2 സ്ത്രീകളാണ് പ്രതികരിച്ചത്. മറ്റുള്ളവർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ ശ്രീനിവാസൻ വയലാറിനാവുമ്പോ ശശിധരനായിരിക്കും. ശ്രീ ശശിധരൻ, ഹലോ. ശ്രീനിവാസനാണോ? ശ്രീനിവാസൻ. ഞാന് വയലാർന്ന് കേട്ടപ്പോ ശശിധരൻ ഉണ്ട് നമ്മുടെ വയലാറിൽ. അപ്പൊ അദ്ദേഹമാണോ തെറ്റിദ്ധരിച്ചു? ഓക്കെ. വയലാർ ശശിധരൻ നമുക്കറിയാൻ അറിയാമോ? ആൾക്കാർ നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ ഒഴിവാക്കണേ. ഇവരെ രാഷ്ട്രീയം ഒഴിവാക്കുകയും വേണം. അതുപോലെ ഇവരെയൊക്കെ ഇവരെയൊക്കെ കൂടുതൽ ആ പാർട്ടിക്കാരെ നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കൊടുക്കുന്ന കാലം കഴിഞ്ഞു. അപ്പൊ ശ്രീ ശ്രീനിവാസൻ ഈ വയലാറിലാണ് താമസിക്കുന്നത്. എന്ത് ചെയ്യുന്നു? അതെ വയലാറില് എന്ത് ചെയ്യുന്നു? എനിക്ക് പെയിന്റിംഗ് പണിയാ. എനിക്ക് പെയിന്റിംഗ് ജീവനക്കാരനാണ്. അപ്പൊ നമ്മുടെ ശശിധരൻ വയലാറിനെ അറിയാമോ? നമ്മുടെ പൊതുവേദിയിൽ സ്ഥിരം വിളിക്കുന്ന ആളാണ്. അയ്യോ, അറിയത്തില്ല, എനിക്കറിയില്ല ചേട്ടാ. അപ്പൊ അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ പറയാം, നമ്മുടെ അവിടെ വയലാറിൽ അദ്ദേഹം പറയുന്നു വയലാറിൽ പൊതുവേദി കാണുന്ന ഏക പ്രേക്ഷകൻ ശ്രീ ശശിധരൻ വയലാർ. ഞാൻ ഈ ചാനലൊക്കെ ഞാൻ ന്യൂസ് 18 കാണാം. ഞാൻ എല്ലാ ചാനലും വെക്കാറുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയാം, വയലാറിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ആളുകളുണ്ട്, പ്രത്യേകിച്ച് ശ്രീനിവാസൻ ഉണ്ട്. അപ്പൊ പെയിന്റിംഗ് ജീവനക്കാർ കൂടെ സഹപ്രവർത്തകർക്കെല്ലാം എന്റെ ആശംസകൾ അറിയിക്കണം. നമുക്ക് അവരെ കൂടി നമ്മുടെ ഈ സന്തോഷ വാർത്തയൊക്കെ അറിയിക്കണം. ഓക്കെ. അപ്പൊ സന്തോഷ് എന്നോടൊപ്പം ചേരുന്നു കാസർഗോഡ് നിന്ന്. സന്തോഷ്, ഹലോ. എനിക്ക് ഇതിൽ പറയാനുള്ളത്, ഇപ്പൊ ഈ കേസൊക്കെ വന്ന് അറസ്റ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇതിനു മുമ്പുള്ള ഒരു ബിഷപ്പ് ഫ്രാങ്കോന്റെ ഒരു കേസുണ്ട്. ആ കേസില് ആ കന്യാസ്ത്രീ ഇപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെയായിട്ട് സർക്കാർ കൊടുത്തിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.